നമസ്കാരം ഫ്രണ്ട്സ്. ഒലിവർ ഗോൾഡ്സ്മിത്ത് എന്നൊരു വിശ്വസാഹിത്യകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോറിഷ് ഐറിഷ് എഴുത്തുകാരനായിരുന്നു. അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന കവിയും നോവലിസ്റ്റും കഥാകൃത്തും ആയിരുന്നു ഒലിവർ ഗോൾഡ്സ്മിത്ത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു കഥയാണ് മാൻ ഇൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. മാൻ ഇൻ ബ്ലാക്ക് എന്ന വാക്യത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ മുഖംമൂടി അണിഞ്ഞ മനുഷ്യനെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും മുഖംമൂടി അണിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും അണിഞ്ഞിരിക്കുന്നത് ഒരു മുഖംമൂടി മാത്രമാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള നമ്മളുടെ DNA-യിലാണ്, ഉപബോധ മനസ്സിലാണ്, DNA-യിലൂടെ നമ്മൾ കടന്നു വന്ന ആ ഒരു സ്വഭാവ രീതി. പുറമേ നമ്മൾ നടിക്കുന്നതും നമ്മളെ വസ്ത്രധാരണം, പെരുമാറ്റം എല്ലാം ഒരു കപടത മാത്രമാണ്. അതിപ്പോ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ വേറൊരു വ്യക്തിയുമായിട്ട് എപ്പോഴും, പക്ഷെ നമുക്ക് പോലും ഒരു പക്ഷെ അത് മനസ്സിലാകണമെന്നില്ല. ഈ മാൻ ഇൻ ബ്ലാക്കിനകത്ത് പറയുന്നത് ഒരു കൊച്ചു കഥയാണത്. അത് ഒരു വ്യക്തിക്ക് ആൾക്കാരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയുന്നത് ആ നായകനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പൊ മറ്റുള്ളവരറിയാതെ പാവപ്പെട്ടവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പാവപ്പെട്ടവരെ കുറ്റം പറയും, ഇവർക്ക് എന്താ സർക്കാർ കൊടുക്കുന്നില്ലേ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരാരും അറിയാതെ ഇപ്പൊ ഒരാള് തീപ്പെട്ടി വിൽക്കുന്നു, അതിനകത്തുള്ള രംഗമാണ്, നല്ല തണുപ്പത്ത് തീപ്പെട്ടി വിൽക്കുന്നു. അപ്പൊ അയാളുടെ വസ്ത്രധാരണത്തിൽ നിന്ന് മനസ്സിലായ ഒരു കോട്ട് മേടിക്കാൻ പോലും പൈസ ഇല്ല എന്നുള്ളത് കണ്ടിട്ട് ഒരു തീപ്പെട്ടി മേടിച്ചിട്ട് നല്ലൊരു തുക കൊടുത്തിട്ട് ബാലൻസ് വെച്ചിരിക്കാൻ മറ്റുള്ളവർ കേൾക്കാതെ പറയുന്ന ഒരു സീനായിട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില സമയങ്ങളിൽ പക്ഷെ നമ്മളെ തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്ന കാലമാണിന്ന്. നമ്മൾ അനുകമ്പയുടെ, ആർദ്രതയുടെ, സ്നേഹത്തിന്റെ ഒരു സ്പർശം നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളിൽ നിന്ന് മറ്റു പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ഇന്നത്തെ കാലത്തെ ഫാസ്റ്റ് ലൈഫിന് പറ്റാതെ പോകുന്നു. അത് ഒരു പക്ഷേ നമ്മുടെ മാറിയ കാലഘട്ടത്തിൻ്റെതായിരിക്കാം. മൊബൈൽ ഫോണിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈൽ ഫോണിനെക്കാട്ടി ഉപരി മനുഷ്യനെ ജീവിക്കുവാൻ സാമ്പത്തിക ആവശ്യങ്ങളും മറ്റുമൊക്കെ കൂടി വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞാനൊരു ട്രെയിൻ യാത്ര പോയപ്പോ ട്രെയിനിൽ വലിയ ആളില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ട്രെയിനിൽ. അപ്പോ 2-3 പെൺകുട്ടികൾ, പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു, ഫാഷനബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പഠിക്കുന്നതായിരിക്കണം, അവരുമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊരു ട്രെയിനിൽ തന്നെ കൊണ്ടുവരുന്ന അവരുടെ റെയിൽവേയുടെ തന്നെ ഒരു ബിരിയാണി മേടിച്ചു. അപ്പൊ ഇത് കഴിക്കാനായിട്ട് ഞാൻ നോക്കി. അപ്പൊ ഈ ഒരു അമ്മയും കുഞ്ഞും അവിടെ നമ്മുടെ ടോയ്ലറ്റിന്റെ സൈഡില് ഡോറിന്റെ അടുത്തായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവര് തറയിൽ തന്നെ ഇരിക്കുകയാണ്. അവര് ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ചില്ലറ കളക്ട് ചെയ്യുന്നവരായിരുന്നു. അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടി, ഒരു 5-6 വയസ്സ് വരുന്നു. അപ്പൊ ആ കുട്ടി ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നു. അപ്പൊ ഞാൻ ഈ കഴിക്കാനായിട്ട് ഇത് അഴിക്കുന്ന കണ്ട ആ കുട്ടി അവിടെ നിന്ന് ഞാൻ അറിയാതെ തന്നെ ഭക്ഷണത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഭക്ഷണത്തിലേക്ക് നോക്കുന്നത് മാത്രമല്ല കണ്ടത്, നമുക്ക് ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതിന്റെ വിശപ്പ് അത്രത്തോളം. അപ്പൊ ഒന്നും തോന്നുന്നില്ല. ഞാൻ പതുക്കെ മറ്റാരും വലുതായിട്ട് ആളുമില്ലല്ലോ, ഞാനിത് അതേപോലെ അങ്ങ് പൊതിഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പതുക്കെ കുട്ടിയെ അടുത്തോട്ട് വിളിച്ച് അതിന്റെ കയ്യിൽ കൊടുത്ത് ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു അതിന്റെ കയ്യിലോട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പാളി നോക്കി, അതുകൊണ്ട് കഴിക്കുന്നുണ്ടോന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടത് ഈ അമ്മയും ഈ കൈക്കുഞ്ഞും ആ മോളും കൂടെ 3 പേരുടെ അത് ആർത്തിയോടെ പങ്കിട്ട് കഴിക്കുന്നതാണ്. അപ്പോ ജീവിതത്തില് നമുക്ക് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മുടെ ഈ മനസ്സ് നിറഞ്ഞൊഴുകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടാകേണ്ടത്, നമുക്ക് സ്വയം അനുഭവപ്പെടുന്ന ഒരു വികാരമാണ്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വിശക്കുന്ന ഒരാൾക്ക് ഒരല്പം ആഹാരം കൊടുക്കുമ്പോൾ. അല്ല, ഇപ്പൊ നമ്മളെ കൊണ്ട് ഇപ്പൊ 100 പേർക്കും 1000 പേർക്കും ആഹാരം കൊടുക്കാനൊക്കെ ഇതിലായിരിക്കാം, പക്ഷെ
നമ്മുടെ ഒരു 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 പിടി ചോറ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അത് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഉള്ള ഒരു സന്തോഷം മനസ്സിന് വേറെ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ആതുര സേവനം ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനല്ല, ഞാൻ ഒരു സാധാരണക്കാരനാണ്. അപ്പൊ ഈ കുറെ കഴിഞ്ഞ് ഞാൻ ആ ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങി. അപ്പൊ പിന്നെ ഉറക്കണിട്ടപ്പോ ഇങ്ങനെ പെമ്പിള്ളാര് കോളേജ് പഠിക്കണമെന്ന് പറയില്ലേ, അപ്പൊ അവര് എന്റെ അടുത്ത് ഞാൻ അവരെ ഇച്ചിരി വെള്ളം മേടിച്ചു കുടിച്ചു. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിച്ചു, സാറിന്റെ ഇരുന്ന വെള്ളവും ഫുഡും ആ കൊച്ചിന് കൊടുത്ത് എന്തിന്? അത് ഞാൻ പറയാൻ കുഴപ്പമില്ല അത്. അപ്പൊ ഞാന് അവർക്ക് അതെന്തിനാ കൊടുക്കുന്നത്, സാറിന് കഴിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും കൂടിയ ഡ്രസ്സുകള് ഇതൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ, നിങ്ങള് പഠിച്ച് ഒരു ജോലിയൊക്കെ നേടി നിങ്ങൾ ആ ഒരു പൊസിഷനിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങള്. ഇതൊന്നും ആരും പറഞ്ഞു തന്നാലും മനസ്സിലാകണമെന്നില്ല, നമ്മള് സ്വയം മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ ഒരാളെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഒരിക്കലും ഇതൊരു ബിസിനസ്സായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകത്തില്ലല്ലോ. നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ ഓടുന്നതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ സഹായം, അത് അത്യന്താപേക്ഷിതമായ ഒരു വ്യക്തി നമ്മൾ കാണുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് സമാധാനമായിട്ടൊന്നും ഉറങ്ങാകുന്നില്ല. ഒരു നേരത്തെ ആഹാരമില്ലായ്മയുടെ പേരിൽ ചോദിച്ചു പോയതിന് അത് യാത്രക്കിടയിൽ സംഭവിച്ചു പോയ അയാളുടെ വിശപ്പിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അയാൾ ആഹാരം കഴിച്ചത്. പക്ഷെ അതിന് പൈസ കൊടുക്കാനില്ലെന്ന് പറയുമ്പോൾ അത്രത്തോളം ബഹളം വെച്ചു. അപ്പൊ നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം, നിങ്ങളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായം ഇത്രേ ഉള്ളൂ. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞതാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഇത്ര ചെറിയ കാര്യമാണെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അത്